തുടർഭരണം ലക്ഷ്യമിട്ട് അർജന്റീന. നഷ്ടസിംഹാസനം തിരിച്ചുപിടിക്കാൻ ലേ ബ്ലൂസ്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ ത്രീ ലയൺസ്. യൂറോപ്പിന് പിന്നാലെ ലോകവും ജയിക്കാൻ സ്പെയിനിൻ്റെ ലാ റോജാസ്. തീപ്പാറും പോരാട്ടങ്ങൾ, നെഞ്ചിടിപ്പിൻ്റെ നിമിഷങ്ങൾ. ഫൈനൽ കൗണ്ട് ഡൗൺ അടുത്തിരിക്കുന്നു. ലോകം കണ്ണിമ ചിമ്മാതെ കാണുന്ന നിമിഷങ്ങൾ. ചരിത്രത്തിൽ ആദ്യമായി ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 4 റാങ്കുകാർ തന്നെ സെമി ഫൈനലിൽ മുഖാമുഖം വരുന്നു. ടൂർണമെൻറ്റ് ഫിക്സ്ചർ തയ്യാറാക്കുമ്പോൾ ഈ 4 ടീമുകൾ സെമിക്ക് മുമ്പ് ഏറ്റുമുട്ടില്ല എന്നൊരു ഉപാധി ഫിഫ വെച്ചിരുന്നു. അതുതന്നെ സംഭവിച്ചതിൽ ഫിഫയ്ക്ക് ഉള്ളിൽ സന്തോഷമുണ്ടാകണം. കണ്ണുകളെല്ലാം ടെക്സസിലേക്കാണ്. കാരണം നടക്കുന്നത് ഫൈനലിന് മുമ്പുള്ള ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മത്സരമാണ്. ഒരു വശത്ത് ടൂർണമെൻറ്റിലെ ഏറ്റവും മാരകമായ അറ്റാക്കിംഗ് നിരയുമായി ഫ്രാൻസ്. 6 കളികളിൽ നിന്ന് 8 ഗോളുകൾ അടിച്ചുകൂട്ടിയ കിലിയൻ എംബാപ്പെ തന്നെയാണ് അവരുടെ കുന്തമന. വേൾഡ് കപ്പ് എത്തിയാൽ പിന്നെ എംബാപ്പയ്ക്ക് ഒറ്റ മോഡേയുള്ളൂ, ബീസ്റ്റ് മോഡ്. ഒപ്പം മൈക്കൽ ഒലീസ്, ഉസ്മാൻ ഡെമ്പലെ, ബാർക്കോള, ദിസേർദുവെ. കൊടുങ്കാറ്റിൻ്റെ ശൗര്യമുള്ള പ്രതിഭകളുടെ ഒരു പട തന്നെയുണ്ട്. മറുവശത്തോ പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കൊണ്ട് എതിരാളികളുടെ ശ്വാസം മുട്ടിക്കുന്ന സ്പെയിൻ. ഏത് കൊടുങ്കാറ്റ് വന്നാലും അവർ അത്ര വേഗം അങ്ങ് തോറ്റുകൊടുക്കില്ല എന്നുറപ്പ്. റോഡ്രി, പെഡ്രി, ഫാബിയൻ റൂയിസ് എന്നിവർ നയിക്കുന്ന മധ്യനിര തന്നെയാണ് അവരുടെ കരുത്ത്. മുന്നിൽ ഗോളടിക്കാൻ ഒയർസബാലും മിഖേൽ മെറീനോയും. ഒപ്പം ഇന്ന് 19 വയസ്സ് തികഞ്ഞ ലെമീൻ യമാലിൻ്റെ മാന്ത്രികതയും ചേരുന്നു. ഇരുഭാഗത്തുമായി അണിനിരക്കുന്നത് ക്ലബ് ഫുട്ബോളിലെ സൂപ്പർ സ്റ്റാറുകളാണ്. ട്രാൻസ്ഫർ മാർക്കറ്റ് കണക്കുകൾ എടുത്താൽ ഇരു ടീമുകളുടെയും ആകെ സ്ക്വാഡ് വാല്യൂ $3.2 ബില്യൺ ഡോളറിലധികമാണ്. 2024 യൂറോ കപ്പ് സെമിയിൽ ഫ്രാൻസിനെ പുറത്താക്കിയാണ് സ്പെയിൻ കിരീടത്തിലേക്ക് കുതിച്ചത്. കൂടാതെ ഇഞ്ചോടിഞ്ചു പോരിൽ നേഷൻസ് ലീഗിലും ജയം കൊത്തിപ്പറന്നത് സ്പെയിൻ തന്നെ. പക്ഷേ അന്നൊന്നും കാണാത്ത വിധമുള്ള ഒരു ഊർജം ഈ ഫ്രഞ്ച് പടക്കുണ്ട്. പുതിയൊരു വീര്യം, പുതിയൊരു ശൗര്യം. $234 മില്യൺ മൂല്യമുള്ള യമാലും $211 മില്യൺ കനമുള്ള എംബാപ്പയും നേർക്കുനേർ വരുമ്പോൾ അത് ഫുട്ബോളിലെ പുതിയ വൈരത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. ഈ പോരിൻ്റെ കനലുകൾ ദിവസങ്ങൾക്കപ്പുറം തുടങ്ങാനിരിക്കുന്ന ലാ ലീഗയുടെ മൈതാനത്തേക്കും പടരും. സ്പെയിൻ പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഫ്രാൻസ് കാത്തിരിക്കുന്നത് ഒരു അബദ്ധത്തിനായിരിക്കും. സ്പെയിൻ പന്ത് നഷ്ടപ്പെടുത്തുന്ന നിമിഷം. അതിവേഗ കൗണ്ടർ അറ്റാക്കുകളിലൂടെ കളി മാറ്റാനാകും ഫ്രാൻസിൻ്റെ പ്ലാൻ. ഫ്രാൻസ് തങ്ങളുടെ ആക്രമണങ്ങളിൽ അമിതമായി കിലിയൻ എംബാപ്പയെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ വ്യക്തിഗത മികവിനെ ആശ്രയിക്കുന്നുണ്ട്. മധ്യനിരയിൽ സ്പെയിൻ കനത്ത ഹൈ പ്രസിംഗ് പുറത്തെടുക്കുകയാണെങ്കിൽ ഫ്രഞ്ച് പടയുടെ കളി താളം തെറ്റാൻ സാധ്യതയുണ്ട്. മറുവശത്ത് പൊസിഷൻ നിലനിർത്താൻ സ്പെയിൻ ഉപയോഗിക്കുന്ന ഉയർന്ന ഡിഫൻസീവ് ലൈൻ ഫ്രാൻസിൻ്റെ അതിവേഗത്തിലുള്ള മാരക കൗണ്ടർ അറ്റാക്കുകളെ തടുക്കാൻ വല്ലാതെ പാടുപെട്ടേക്കാം. ഒന്നും പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു കളി. അപ്പുറത്ത് അറ്റ്ലാന്റിൽ നടക്കുന്നത് ഫുട്ബോൾ ചരിത്രത്തിൽ പകയുടെ കനലുകളേറ്റുന്ന 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. 20 വർഷത്തിലേറെയായി ഒരു സൗഹൃദ മത്സരം പോലും സാധ്യമാക്കാത്ത തരമുള്ള റൈവൽറി. അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്. കളിക്കളത്തിന് പുറത്തെ രാഷ്ട്രീയവും മാർഡോണയുടെ കൈഗോളും ബെക്കാമിൻ്റെ റെഡ് കാർഡും വരെ നീളുന്ന കനലുകൾ അതിനു പിന്നിൽ ഉറങ്ങുന്നുണ്ട്. സകലതും വിജയിച്ച ലിയോണൽ മെസ്സി നാളിന്നുവരെ ഇംഗ്ലണ്ടിനെതിരെ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല എന്നതും കൗതുകമുയർത്തുന്നു. 2002 ശേഷം ആദ്യമായാണ് ഇരു ടീമുകളും ഒരു ലോകകപ്പിൽ നേർക്കുനേർ വരുന്നത്. ഫിക്സ്ചർ എളുപ്പമെന്ന് എതിരാളികൾ പരിഹസിക്കുന്നുണ്ടെങ്കിലും അർജന്റീനയ്ക്ക് കളത്തിൽ ഒട്ടും എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. കേവേഡെ നടത്തിയ ചെറുത്തുനിൽപ്പിൽ ഉലഞ്ഞെങ്കിലും തകർന്നില്ല. ഈജിപ്തിനു മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാജിക്കൽ കംബാക്ക് വേണ്ടി വന്നു. ചുവപ്പുകാടില്ലെങ്കിൽ സ്വിറ്റ്സർലൻഡുമായുള്ള മത്സരവും എളുപ്പമാകില്ലായിരുന്നു എന്നുറപ്പ്. അവരുടെ ഏറ്റവും വലിയ ബലഹീനത പ്രതിരോധത്തിലെ പാളിച്ചകളാണ്. പല സമയങ്ങളിലും ലാസ്റ്റ് ഡിച്ച് ടാക്കിളുകളും മാജിക്കൽ മൊമെൻസുമാണ് അവരെ രക്ഷിച്ചത്. കൂടാതെ വിംഗർമാരില്ലാത്ത അവരുടെ 4-4-2 ഡയമണ്ട് ഫോർമേഷൻ കാരണം വിങ്ങുകളുടെയുള്ള ഇംഗ്ലണ്ടിൻ്റെ അറ്റാക്കിനെ തടയാൻ അവർ പാടുപെടും. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർക്കൊപ്പം ഒരാളുണ്ട്. 39-ാം വയസ്സിലും ടൂർണമെൻറ്റ് ഭരിക്കുന്ന ലയണൽ മെസ്സി. ആ കാലുകൾ ബൂട്ട് കെട്ടുന്നിടത്തോളം കാലം അവർക്ക് അസാധ്യമായതായി ഒന്നുമില്ല. ഒപ്പം ടീമിൻ്റെ വിന്നിംഗ് മെൻറ്റാലിറ്റിയും ചേരുമ്പോൾ സ്കലോണിക്കാലം മറ്റൊരു അത്ഭുതം കൂടി നൽകുമെന്ന് അവർ പ്രതീക്ഷ വെക്കുന്നു. മറുവശത്ത് 1966 ഓർമ്മകളിൽ നിന്നും ഒരു മോചനം ഇംഗ്ലണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. തോമസ് ടുഹേൽ എന്ന തന്ത്രശാലി എന്തിനും പോന്നവൻ തന്നെ. മുൻകാലത്തെ ഇംഗ്ലണ്ട് ടീമുകളിൽ നിന്ന് വിഭിന്നമായി കടുത്ത സമ്മർദ്ദഘട്ടങ്ങളിലും തളരാത്ത ഒരു പുതിയ മെൻറ്റാലിറ്റി ടീമിനുണ്ട്. ക്വാർട്ടറിൽ നോർവേക്കെതിരെ കളി അത്ര മികച്ചതല്ലായിരുന്നിട്ടും തോൽക്കില്ലെന്ന ഉറച്ച മാനസികാവസ്ഥയും ഭാഗ്യവും അവരെ ജയത്തിലേക്ക് നയിച്ചു. ജൂഡ് ബെല്ലിംഗാം, ഡെക്ലാൻ റൈസ്, എലിയറ്റ് ആൻഡേഴ്സൺ എന്നിവരുടെ കരുത്തുറ്റ മധ്യനിര തന്നെയാണ് അവരുടെ വജ്രായുധം. അർജന്റീനയുടെ മിഡ്ഫീൽഡ് കോമ്പിനേഷനെ തകർക്കാൻ ഇംഗ്ലണ്ടിൻ്റെ ഈ ശാരീരിക ക്ഷമതക്കും പുതിയ തന്ത്രങ്ങൾക്കുമാകും. ഒപ്പം ഇംഗ്ലണ്ടിൻ്റെ 2 നെടുംതൂണുകളെ അർജന്റീന പൂട്ടിയേ പറ്റൂ. 1 ഹാരി കെയ്നും 2 ജൂഡ് ബെല്ലിംഗാമും.
കെയ്നിൻ്റെ ക്ലിനിക്കൽ ഫിനിഷിങ്ങും ബോക്സിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് കളി മെനയാനുള്ള മിടുക്കും അർജന്റീൻ ഡിഫൻഡർമാർക്ക് കടുത്ത പരീക്ഷണമാകും. ഒപ്പം ജൂഡ് ബെല്ലിംഗാമിൻ്റെ ബോക്സ് ടു ബോക്സ് എനർജിയും ഫിസിക്കാലിറ്റിയും ഇംഗ്ലണ്ടിന് വലിയ പ്രതീക്ഷ നൽകുന്നു. അർജന്റീനയുടെ മധ്യനിരയെ പ്രസ് ചെയ്ത് പന്ത് പിടിച്ചെടുക്കാനും കെയ്നിലേക്ക് സപ്ലൈ ലൈനുകൾ തുറക്കാനും ബെല്ലിംഗാമിൻ്റെ സാന്നിധ്യം നിർണായകമാണ്. ഇതുവരെയുള്ള പ്രകടനവും ടൂർണമെൻറ്റിലെ കളിരീതിയും വിലയിരുത്തുമ്പോൾ ഫൈനൽ കളിക്കാൻ ഏറ്റവും അർഹതയുള്ളത് ഫ്രാൻസിനും സ്പെയിനിനുമാണ് എന്നാണ് പൊതുവെയുള്ള സംസാരം. ഒരു ടീം എന്ന നിലയിൽ ആധികാരികമായ ഫുട്ബോൾ നടത്തിയത് സ്പെയിനാണ്. അതേസമയം എതിരാളികളെ തകർത്തെറിഞ്ഞ് പൂർണ്ണമായി ആധിപത്യം സ്ഥാപിച്ച് ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ഫുട്ബോൾ പുറത്തെടുത്തത് ഫ്രാൻസും. മറുവശത്ത് ഏതു ഡ്രാമക്കൊടുവിലും അവസാന ചിരി ഞങ്ങളുടേത് തന്നെയായിരിക്കുമെന്ന പ്രസ്താവനയാണ് അർജന്റീന നടത്തുന്നത്. നന്നായി കളിച്ചാലും മോശമായി കളിച്ചാലും ജയിക്കാൻ അറിയുന്നവരാണ് ഞങ്ങളെന്ന് ഇംഗ്ലണ്ടും തെളിയിച്ചിട്ടുണ്ട്. എന്തായാലും മൈതാനത്തിന് തീ പിടിക്കുമെന്നുറപ്പ്. എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ?